ഹലോ ഹായ് റുസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിതാ നമ്മൾ പെരുന്നാളിന് നല്ലൊരു സ്പെഷ്യൽ ബിരിയാണി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിതാ അതിനായിട്ടൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗ്രാമ്പു, ഒരു 6-7 ഏലക്കായ്, അതുപോലെ തന്നെ ഒരു വലിയ പട്ട എടുത്തിട്ടുണ്ട് കേട്ടോ, കറുകപ്പട്ട. അപ്പോൾ അതും ഞാനിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുരുമുളകാണ് ഉള്ളതെങ്കിൽ കുരുമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ പൊടിച്ചതാണുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തെടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം മല്ലി ആണ് വീട്ടിലുള്ളതെങ്കിൽ മല്ലി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതാ ഇതിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് ലെമണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. അപ്പോൾ അതുവരേക്കും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അത് ഏകദേശം നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം നമ്മളൊരു മിക്സിൻ്റെ ജാറെടുക്കാം. അതിലേക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാറിക്കോട്ടെ. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതവിടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മന്തി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ മന്തിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതാ ഇതുപോലൊരു ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക കേട്ടോ. അതായത് മസാലകളൊക്കെ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം ഇതാ ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ചിക്കൻ സ്റ്റോക്ക് ഞാൻ അത് വാങ്ങിയിട്ടുണ്ട്. അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ മസാല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇതാ ചെറുനാരങ്ങയാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഒരു ചെറിയ ചെറുനാരങ്ങ ആണെങ്കിൽ 1 ചേർത്ത് കൊടുക്കാം. വലുതാണെങ്കിൽ ഒരു പകുതി മതിയാവും. ഞാനിവിടെ ഒരു ചെറിയ ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് മുഴുവനായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ പുറത്ത് കളയാൻ നോക്കുക, കുരുവൊക്കെ ഒഴിവാക്കുക. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ, ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് സൺഫ്ലവർ ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ നമ്മൾ ഈ ചിക്കനിൽ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഒഴിച്ചാൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ പറ്റും കേട്ടോ. കൂടുതൽ സൺഫ്ലവർ ഒഴിക്കുന്നതിന് മുമ്പ് കുറച്ച് തന്നെ ഒഴിച്ചാൽ അതൊക്കെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ ഏകദേശം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം കുറച്ചും കൂടെ ഒന്ന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഞാൻ അളന്നാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഒരു പാത്രം അരി എടുക്കുകയാണെങ്കിൽ 1.5 പാത്രം വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ അരി വേവിക്കാനായിട്ട് ആ ഒരു കണക്കിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വെള്ളം ഞാൻ അളന്ന് വെച്ചിട്ടുള്ളതിനാണ് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതാ ഇതുപോലൊരു പാത്രത്തിൽ ഞാൻ ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് അടച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചിക്കൻ നോക്കുക. അതുപോലെ അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ആവിയിൽ ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. മറിച്ചിട്ടെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും അതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ ഇതാ മന്തി ഉണ്ടാക്കാനായിട്ട് അരി ഞാനിത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. 1 മണിക്കൂറോളം അരി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മസാല ബാക്കിയുള്ളതാണ് കേട്ടോ. അത്
അത് കളയൊന്നും വേണ്ട. നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കെച്ചപ്പാണ് കേട്ടോ, ടൊമാറ്റോ സോസ്. അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഓരോ കഷ്ണം ചിക്കൻ എടുത്തിട്ടും അതിലേക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ്റെ എല്ലാ കഷ്ണങ്ങളും നമ്മൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചിക്കൻ്റെ ആ പാത്രം ഉണ്ടല്ലോ, അതിലത്തെ മസാലകളൊക്കെ നമുക്ക് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ അടിയിലുള്ള ഈ വെള്ളം ഒഴിവാക്കൊന്നും വേണ്ട, നമുക്ക് മന്തി ഉണ്ടാക്കാനായിട്ട് ആവശ്യം വരും. അപ്പോൾ ഇതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. മന്തി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി കഴിയുന്ന സമയത്ത് അതിലേക്ക് കുറച്ചും കൂടെ ഒന്ന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കാരണം കൂടുതൽ സൺഫ്ലവർ ഓയിലൊന്നും നമ്മൾ ചിക്കന് കുഴച്ച് വെക്കുമ്പോൾ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു ലേശം കൂടെ ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം ഈ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നിത് പൊരിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഏകദേശം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു പാത്രത്തിൽ തന്നെ കുറച്ചും കൂടെ ഒന്ന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം ഇതാ പട്ട, ഗ്രാമ്പു, ഏലക്കായ് ഒരു 3-4 ഇട്ടെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു സവാള ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഉള്ളതാണ് കേട്ടോ ക്യാപ്സിക്കോ. ഒരു ക്യാപ്സിക്കോ എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ക്യാരറ്റും, ഒരു ചെറിയൊരു ക്യാരറ്റാണ്, അത് ഞാനിതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മല്ലിയില അതിൻ്റെ കൂടെ ഉള്ളത്, മല്ലിയിലയും കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റ് ഇല്ലെങ്കിൽ ക്യാരറ്റൊക്കെ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഉണ്ടായപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതുപോലെ നമ്മൾ പാത്രത്തിൽ കുറച്ച് മസാലൻ്റെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ മസാല നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാം നമ്മൾ ഈ മന്തിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ആദ്യം ചിക്കൻ്റെ അടിയിൽ വേവിച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അരിക്ക് ഒരു പാത്രം അരിക്ക് 1.5 പാത്രം വെള്ളമാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പം ബാക്കിയുള്ള വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്, ചോറിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ ഉപ്പിട്ടിട്ടില്ല, അതിന് പകരമാണ് നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തതിന് ശേഷം നമ്മളിതാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് മല്ലിയിലാണ് കേട്ടോ. അപ്പോൾ മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതൊന്ന് അടച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചോറൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ വെള്ളത്തിൽ കലക്കിയിട്ട് അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ കുറച്ച് വെള്ളത്തിൽ ഒന്ന് കലക്കിയെടുത്തിട്ടുള്ളതാണ്, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ തന്നെ നിങ്ങളൊരു ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ. അപ്പോൾ നമ്മൾ ചിക്കനും വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് ചെറിയ തീയിൽ ഒരു കുറച്ച് നേരം കൂടെ ഒന്ന് തീയിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേ നമ്മൾ ചോറ് സെറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും
ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.